നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഹാർമോണിയം പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് പാഠഭാഗം പഠിച്ചു എന്നുള്ളതല്ല. നമ്മൾ കുറച്ച് പാഠഭാഗം പഠിച്ചുള്ളെങ്കിൽ നമുക്ക് ആ ഫിംഗറിങ് നന്നായിട്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വരം ആ ഒരു കീയിൽ നമ്മുടെ ഫിംഗർ പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം നമുക്ക് പല രീതിയിലുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. അല്ലാണ്ട് നമ്മൾ കുറച്ച് പാഠഭാഗങ്ങൾ കവർ ചെയ്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഫിംഗറിങ് വരാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണിത് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അത് നമുക്ക് ഇന്ന് ശങ്കരാഭരണ രാഗത്തിലാണ് അത് കാണിച്ചു തരുന്നത്. സമഗമ രീഗ സരി കേട്ടോ. സരി ഗമ കഴിഞ്ഞ് രി പ മ പ ഗമ രി ഗ. അതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി വായിക്കാം കേട്ടോ. രി പ മ പ രി രി ഗ ഗ മ മ പ പ. അടുത്തത് ഗദ പദ മ പ ഗ മ ഗ ഗ മ മ പ പ ദ ദ. പടം മനി നനി പദ മ പ മ മ പ പ ദ ദ നീ നീ. അടുത്തത് പ സ നി സ ദ നി പ ദ പ പ ദ ദ നീ നീ സ സ. എൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നമായിട്ടിരിക്കുക, അതുകൊണ്ടാണ് സൗണ്ട് കറക്റ്റ് ആകാത്തത്. സ പ ദ പ നീ ദ സ നി സ സ നീ നി ദ ദ പ പ. ഒന്നുകൂടെ വായിക്കാം. നീ മ പ മ ദ പ നീ ദ നീ നി ദ ദ പ പ മ മ മ ഗ പ മ ദ പ ദ ഗ മ ഗ പ മ ദ പ ദ ദ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി. നോക്കാം. പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി സ സ. കേട്ടോ, ഇത്രയും ഭാഗമുള്ളൂ. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടുക എന്നുള്ളത്.
ഇത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പീഡ് നന്നായിട്ട് വരും. അതേസമയം നമുക്ക് മലയാളത്തിൽ വായിക്കുകയാണെങ്കിലോ അപ്പോൾ ഈ ഋഷഭം ശുദ്ധഋഷഭമാക്കുക. പിന്നെ ശങ്കരാഭരണത്തിലെ നമ്മൾ ശങ്കരാഭരണം പഠിച്ചത് ചതുർശ്രയമായിരുന്നു, അത് ശുദ്ധയോഗമാക്കുക. ഈ ദൈവതവും ഈ ഋഷഭവും അങ്ങോട്ട് മാറ്റിയാൽ മതി, മായാമളവുള്ളവരാകും. ശങ്കരാഭരണമാണെങ്കിൽ എല്ലാം വായിക്കുകയാണ്, അത് നേരെ മായാമളത്തിലേക്ക് വരണമെങ്കിൽ ഈ ഋഷവും ദൈവതവും ലൈക്കിയാൻ വായിച്ചു കഴിയുമ്പോൾ മായാമളവും കൂടെയാവും. അപ്പം ഈ 2 രാഗങ്ങളിലും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രാഗങ്ങൾ വരണമെങ്കിൽ ആ രാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് സ്പീഡ് വായിക്കണം. സ്പീഡ് നന്നായിട്ട് വായിച്ചു കഴിയുമ്പോൾ ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ പതുക്കെ വായിക്കുള്ളൂ. വളരെ പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ വായിച്ചു, അങ്ങനെ പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞേച്ചും പതുക്കെ തന്നെ സ്പീഡായിട്ട് വരും. അങ്ങനെ നിങ്ങൾ വായിച്ച് ശീലിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പാഠം പഠിപ്പിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.